ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അത്. അതായത് ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ട് അത് എടുത്തു വെച്ചിട്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എന്നും എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കുട്ടീസിൻ്റെയും പിറന്നാൾ ആഘോഷമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ മിനിമമായ രീതിയിൽ, ചെറിയ രീതിയിൽ തന്നെ ഞങ്ങൾ ആഘോഷിച്ചൊരു പിറന്നാളാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. അധികം ആൾക്കാരൊന്നുമില്ല, നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ആ അത്യാവശ്യ സമയത്ത് അപ്പം തോന്നുന്ന പോലെ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ. കാരണം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് തീരെ ഇല്ല. ഇപ്പം പ്രത്യേകിച്ച് ഒട്ടും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ കാരണം, ഇപ്പം ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ഈ എന്താ പറയുക, ഹാങ് ചെയ്യണത് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ലേറ്റായി. അവസാന നിമിഷം 2 days ഡെലിവറിയിൽ ഏതാണ് വേഗം കിട്ടുക എന്ന് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവം ഒപ്പിച്ചെടുത്തത്. എനിക്കതിന് എന്നും വഴക്കാണ്. എന്താ പറയുക, ആ സമയത്ത് മാത്രമേ എന്ത് കാര്യം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചീത്ത കേൾക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ നേരെയാവില്ല, അത് വേറെ കാര്യം. അപ്പം അത് അനിഷേട്ടൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും എന്നെ എന്താ പറയുക, അച്ഛനും അമ്മയും എന്നെ എല്ലാവരും പറയാറുണ്ട്, കുറച്ച് മുമ്പ് നോക്കി വെച്ചൂടെ, കുറച്ച് മുമ്പ് ചെയ്തു വെച്ചൂടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് അവസാനമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ. നിങ്ങൾ അങ്ങനെ തന്നെയാണോ? എന്നെപ്പോലെ എന്താ പറയുക, ആ സമയത്ത് പോയി ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രകൃതമാണോ നിങ്ങളുടെ? എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് ഫില്ലാവാറായിട്ടുണ്ട്. അപ്പോൾ ബലൂണുകളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എവിടെ ഒട്ടിക്കുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. എവിടേക്കോ എന്താ പറയുക, നൂല് പോലെ കെട്ടിയിട്ടും മാല പോലെ കെട്ടിയിട്ടൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് നോക്കുകയാണ്, ഇത് എങ്ങനെ ഇപ്പം പെൺപിള്ളേർ കുറേ നേരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതുവരെ ഒന്നും ആയില്ലേന്ന്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഈ സൈക്കിള്, ധ്രുപതി ഇരിക്കുന്ന സൈക്കിളാണ് ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആയിട്ട് അവന് സർപ്രൈസ് കൊടുത്തിട്ടുള്ളത് സൈക്കിളാണ് കേട്ടോ. അപ്പോൾ അനീഷയുടെ നേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുത്ത ഐറ്റംസ് ആണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ബാഗൊക്കെ അവൻ്റെ അമ്മായി കൊടുത്തതാണ്. അപ്പോൾ ഇനിയും ബലൂണുകൾ ബാക്കിയാണ്. അപ്പോൾ എവിടെ ഒട്ടിക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ്, എന്നാൽ ശരി ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒട്ടിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചു. ഇനി നമ്മൾ കേക്ക് മുറിക്കാനുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് മുറിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ടീഫോയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവരിക, ടേബിൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ 2 ഫ്ലവർ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായി. അപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് ഞാൻ എന്നും എൻ്റെ റിലേറ്റീവും എൻ്റെ ഫ്രണ്ടും കൂടി ആയിട്ടുള്ള കൃഷ്ണപ്രിയ ചേച്ചിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത്. അപ്പോൾ മാംഗോ ഫോറസ്റ്റ് ആണ് നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ മാംഗോ അല്ലെങ്കിൽ വാനില, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കേക്ക് പറയാറുള്ളത് കേട്ടോ. മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ അതിനൊന്നിനും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ റെഡി ആയിട്ട് വന്നു. എന്തായാലും കേക്ക് മുറിക്കണതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വൃത്തിയിലും വെടുപ്പിലൊക്കെ റെഡി ആയിട്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി അടിയാണ്. കത്തി എനിക്ക് വേണം, ചേട്ടന് വേണ്ട, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച്, കേക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് നക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രണ്ടാൾക്കും കേക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലാണ് കേട്ടോ. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈയടിക്കും, ഹാപ്പി ബർത്ത്ഡേ എന്നാവും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അച്ഛമ്മ അവന് കൊടുക്കുന്നതാണ്, രണ്ടാൾക്കും കേക്കൊക്കെ കൊടുക്കണതാണ് കാണുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കേക്ക് മുറിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാൾക്കും ഫസ്റ്റ് ഓഫ് ഓൾ ദ്രുപദിനും ദിച്ചുവിനും കേക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ബാക്കിയുള്ള ആർക്കും കേക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അവർ വെറുതെ കിടന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് കേക്കിൻ്റെ അടുത്ത് നിന്ന് പോരണ്ട, എനിക്ക് കേക്ക് മുച്ചണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ ബ്ലാക്ക് കളറുള്ള ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് രണ്ടാളും എന്താ പറയുക, കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടില്ല എന്ന് പറയില്ലേ, അതേപോലെ നോക്കിയിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ പരസ്പരം ചേട്ടനും അനിയനും കൂടി കേക്കൊക്കെ കൊടുത്തു. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലേറ്റിലൊക്കെ ആക്കി എല്ലാവർക്കും സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. ശരിക്കും ആ മാംഗോന്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നും ക്ഷമയില്ല. അപ്പോൾ ഒരാൾക്ക് ചോക്ലേറ്റിന് കൊടുത്തപ്പോൾ എനിക്കും വേണം അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അവനും കൊടുത്തു. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഹാപ്പിയായി. ഇനി ഇല്ല കേക്കില്ല, ഇനി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഹാപ്പി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. ബിരിയാണി ആണ്, ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസും ചിക്കനും ഒക്കെ സെപ്പറേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് കുറച്ച് പേര് ഇരുന്നിട്ട് അടുത്ത സെക്കൻഡ് ട്രിപ്പിൽ ഞങ്ങളൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണി, ചിക്കൻ, സാലഡ്, പിന്നെ അച്ചാർ, ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചോറ്, സാമ്പാർ, പയറുപ്പേരി, പിന്നെ അച്ചാർ, പപ്പടം, അങ്ങനെ കാളൻ, അങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഇതിനും ഒക്കെ പുറമെ എൻ്റെ വക സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സദ്യയൊക്കെ അടിപൊളിയായി. എല്ലാവർക്കും സദ്യ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുമ്പോഴാണ്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ വിളമ്പി കൊടുത്ത് അവർ ആ മതിയാവളം കഴിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം കിട്ടുക. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ വിശേഷങ്ങൾ വരെ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന് വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷത്തോടുകൂടി നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരിക്കും. കാരണം ആഴ്ചയിൽ ഒരു ദിവസമല്ലേ എല്ലാവർക്കും മുടക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.